ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ല കിടിലം വീഴ്ചയായിരുന്നു. ഇപ്പം കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം FIIs 2745 കോടി രൂപയ്ക്ക് മാത്രമേ വിറ്റിട്ടുള്ളൂ. എന്നിട്ട് DIS കൃത്യം പറഞ്ഞാൽ 5700 കോടി രൂപയ്ക്ക് DIS ബൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി മാർക്കറ്റ് വീഴാൻ എന്താണ് കാരണം? ഇപ്പോൾ ഈ ചൈനയിലുള്ള ആ വൈറസ്, മങ്കി വൈറസ്, എന്ത് വൈറസ്, ആ വൈറസ് എന്തോ കാരണമാണ് മാർക്കറ്റ് ഇറങ്ങിയെന്നൊക്കെയാണ് പൊതുവെയുള്ള അഭിപ്രായം. പക്ഷേ ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു സെല്ലേഴ്സ് എൻ്ററായ ഒരു ദിവസമായിരുന്നു. ലാർജ് ലോട്ട് പ്ലേയേഴ്സ് എൻട്രി ചെയ്ത ദിവസമായിരുന്നു ഇന്ന് സംഭവിച്ചത്. നമ്മളെ മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ലാർജ് ലോട്ട് പ്ലേയേഴ്സ് ഇന്ന് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ന് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിന് 1-2 ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. S&Pയുടെ ഗ്ലോബൽ സർവീസസ് PMI വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് അമേരിക്കയുടെ സർവീസസ് PMI വരുന്നുണ്ട്, ഫാക്ടറി ഓർഡേഴ്സും വരുന്നുണ്ട്. അത് രണ്ടും മാത്രമാണ് കുറച്ച് ബാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ സർവീസസ് PMI ഇന്ന് മോർണിംഗിൽ വന്നായിരുന്നു. അത് കുറച്ച് കുറവാണ്. 58.4 60.8 പ്രതീക്ഷിച്ചു, 59.3. ആക്ച്വലി എന്ന് വെച്ചാൽ പഴയതിനെക്കാട്ടിയും കൊള്ളാം, പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും കുറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൃശങ്കൂരിൽ നിൽക്കുന്ന ഒരു ഡേറ്റ ആയിരുന്നു നമ്മുടെ സർവീസസ് PMI. അപ്പോൾ ഇന്ന് അമേരിക്കയുടെ സർവീസസ് PMI വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പെർഫോം ചെയ്തതനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി അവസാനിക്കുന്ന സമയത്ത് 23,730 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 60 പോയിന്റുള്ള ഗ്യാപ്പ് അപ്പ് കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അമേരിക്കൻ മാർക്കറ്റൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ കാണിക്കുന്നത്. സോ പൊതുവേ ഇപ്പം ഇന്ന് എന്തുകൊണ്ട് ഈ മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങിയെന്ന് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എന്താണ്, ഡെറിവേറ്റീവിൽ നല്ലൊരു സെല്ലിംഗ് നടന്നിട്ടുണ്ട് മാർക്കറ്റിൽ. പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിലായി ക്രോസ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമുക്ക് ആ ഒരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സെല്ലിംഗ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഇന്ന് ഓർഡർ ഫ്ലോയിൽ എനിക്കിന്ന് 2 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിഫ്റ്റി എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ 24,000 ഭാഗത്ത് ഒരു 5,700ഓളം 24,000 ഭാഗത്ത് ഈ ഒരു മാർക്ക് ഞാൻ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 24,000 ഭാഗത്ത് ഇന്ന് മോർണിംഗിൽ ശ്രദ്ധിച്ചായിരുന്നു, ഒരു 4,938 സെല്ലിംഗ് ഇന്ന് കാലത്ത് ഒരു 9:45 ക്യാൻഡിലിൽ പീരീഡിൽ വന്നായിരുന്നു. ഈ ഒരു സമയത്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 4938 എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് കയറി പോയായിരുന്നു. ഏതിൽ തിരിച്ച് കയറി നിങ്ങൾ ആലോചിച്ചോ, ആ പ്ലെയർ വന്നിട്ട് കൂടി ആ ക്യാൻഡിലിന് മുകളിൽ പോയി പീരീഡിൻ്റെ ഹൈക്ക് മുകളിൽ നമ്മളെ മാർക്കറ്റ് 10:30 മണിക്ക് പോയിട്ട് തിരിച്ച് നിഫ്റ്റി അടിച്ചു. ഒരൊറ്റ ആടിയങ്ങ് അടിച്ചു ഈ പ്ലെയർ. പിന്നെ ഈ 24,000 എന്ന് പറഞ്ഞ ഒരു ലെവൽ മാർക്കറ്റ് വന്നില്ല. പകരം മാർക്കറ്റ് എങ്ങോട്ട് പോയി, 23,660 വരെ നിഫ്റ്റി വന്നു. 660. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 240 പോയിന്റോളം 340 പോയിന്റോളം നിഫ്റ്റി ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി നമ്മൾ റൂമിൽ അത് ആ 24,000 താഴെ ട്രേഡ് എടുത്തു. നമ്മുടെ ടാർഗറ്റ് എന്താണ്, 23,758 ആയിരുന്നു. ആ ട്രേഡിലേക്ക് വേണ്ടി നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. 840 എത്തിയപ്പോൾ കുറച്ച് ബുക്ക് ചെയ്തു, 750 എത്തിയപ്പോൾ ഫുൾ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ വെച്ചപ്പോൾ ട്രേഡിങ് നിർത്തിയായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 49,980 ഭാഗത്ത് ഒരു സെല്ലർ, ഈ 973 കണ്ടോ, ഈ 973 ഭാഗത്ത് ഒരു ബിഗ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ 5,949. അത് പക്ഷേ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ്. സാധാരണ ഈ സീറോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഡർ ഫ്ലോ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതിനുശേഷം മാർക്കറ്റ് കയറിയതിന് ശേഷം ഈ ഒരു ഗ്യാപ്പാണ്. ഇവിടെയൊക്കെ അൺട്രേഡഡ് ഏരിയയാണ് OFA. ഈ OFA ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി. പിന്നെ ആ നിഫ്റ്റി നമ്മളത് റൂമിൽ 495 എടുത്ത ബാങ്ക് നിഫ്റ്റിയുടെ 50-500 പുട്ട് ഇന്ന് 920 മുകളിൽ ഹൈ പോയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് 600 ഭാഗത്തേക്ക് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയായിരുന്നു. ലാസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 600 ആയിരുന്നു. അതിനുശേഷം ചെറിയ സ്കാൽപ്പിംഗ് ചെയ്തതല്ലാതെ ആ ഒരു ട്രേഡ് പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ കൂടെ ഓൾമോസ്റ്റ് നമുക്കൊരു 30-40% പ്രോഫിറ്റ് കിട്ടുന്ന ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല ട്രേഡ് കിട്ടി, നല്ല പ്രോഫിറ്റബിൾ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിൽ വിചാരിച്ച പോലെ സെല്ലിംഗ് ഇല്ല.
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5800 കോടി രൂപ അടുപ്പിച്ച് DIS ബൈ ചെയ്തിട്ടുണ്ട്. FIs അത്രയ്ക്ക് സെല്ല് ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലൊരു ഡെറിവേറ്റീവ് സെല്ലിങ്ങിനാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഏകദേശം 17,618 സെല്ലേഴ്സാണ്. ലാസ്റ്റ് ഒരു കുറച്ച് ബൈയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു 18,000 സെല്ലിങ്. ചുരുക്കി പറഞ്ഞാൽ ഡെൽറ്റ നെഗറ്റീവിലാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. 23,500 50,000 എന്ന് പറഞ്ഞ ആ റേഞ്ച് ഒന്നും മാർക്കറ്റ് ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. പഴയ സ്ഥലത്ത് അതായത് ബാങ്ക് നിഫ്റ്റി 50,000 54,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗർ റേഞ്ചിലാണ് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,000-നും 23,500-നും ഇടയ്ക്കുള്ള ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 23,500 പൊട്ടിയിട്ട് കൂടെ ഇല്ല. സോ ഞാനൊന്ന് പ്രതീക്ഷിച്ചു, ചിലപ്പോൾ അത് പൊട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയുള്ള പൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റിൽ എന്താണ് നല്ല ട്രേഡ് കിട്ടിയ നല്ല അടിപൊളി 16 ദിവസമായിരുന്നു ഇന്ന് കടന്നു പോയത്. സോ ഈ വരാൻ പോകുന്ന ഒരു 10 ദിവസത്തിനകത്ത് നമ്മുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈല് ഓർഡർ ഫ്ലോയിൽ നിങ്ങളുടെ ഡൗട്ട്സും അതുകൂടാതെ റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ് ഇതൊക്കെ എങ്ങനെ സൈക്കോളജിയെ ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു സെഷൻ നമ്മൾ ഓൺലൈൻ സെഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗൂഗിൾ ഫോംസ് ഞാൻ താഴെ നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തുവാണ് നിങ്ങൾക്ക് ആ ഒരു സെഷനിലാക്കിയ ഒരു 2 മണിക്കൂർ അടങ്ങിയ സെഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ കൊണ്ടുള്ള എന്താണ് ബെനിഫിറ്റ്സ്, എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങും എങ്ങനെ നിങ്ങൾ സൈക്കോളജിയെ കൺട്രോൾ ചെയ്യുക, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യം പഠിക്കണമല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ ഫോംസിൽ ഫില്ല് ചെയ്യുക. നമുക്ക് ആ ക്ലാസ്സിൽ വെച്ച് കാണാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ റിവ്യൂയിലേക്ക് കടക്കാമല്ലോ. സോ ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ റിവ്യൂ പ്രകാരം നമ്മുടെ എന്തുവാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എടുക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു സംഭവിച്ചത്. ഇഷ്ടംപോലെ സിംഗിൾ പ്രിൻറ്റുകൾ മാർക്കറ്റിൽ കിടപ്പുണ്ട്. ട്രെൻഡ് ഡൗൺ ഡേ ആയിരുന്നു മാർക്കറ്റിൽ. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ PUC താഴേക്ക് കൊണ്ടുവന്നു. സാധ്യത പറഞ്ഞാൽ ഞാൻ ഇന്ന് മോർണിംഗിലൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിരുന്നു PUC കയറുന്നതായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് വന്നു. പിന്നെ അതിനുശേഷം വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 50,150 ഭാഗത്താണ് PUC. ചുരുക്കി പറഞ്ഞാൽ ഈ 49,968 എന്ന് പറഞ്ഞാൽ ഒരു പഴയൊരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ച് 950 ആ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് പൊട്ടിയാൽ മാത്രമേ നമ്മളെ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളുടെ സെല്ലിനെ കുറിച്ച് എടുക്കാൻ പാടുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ട്രെൻഡ് ഡേ ആണ്, ഡൗൺ ആണ്. നമ്മുടെ PUC മെർജ് ചെയ്ത് താഴേക്ക് വന്നത് പോസിറ്റീവായ ഒരു ഘടകമാണ്. അതിനകത്ത് വെച്ചാൽ ഷോർട്സ് ഒക്കെ കുറച്ച് ബുക്ക്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വന്ന് എല്ലാ ടാർഗറ്റും നിന്ന് മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലോ സെയിം അതേപോലെ ബെയറിഷ് റെഫറൻസ് പൊട്ടി. ഇന്നലെ ബുള്ളിഷ് പോലും പോയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ ബുള്ളിഷ് പോലും പോയിട്ടില്ല. ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വന്ന് കിടിലം 16 ട്രേഡ് തന്ന ദിവസമായിരുന്നു ഇന്ന് കടന്നു പോയത്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ PUC ഇത്രയാണ്. നമുക്ക് ആ PUC ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ PUC എന്ന് പറഞ്ഞാൽ 50,140 നമ്മുടെ PUC. ചുരുക്കി പറഞ്ഞാൽ 50,140 നമ്മുടെ PUC. സോ ഞാൻ ആ PUC ഒന്ന് മാർക്ക് ചെയ്യട്ടെ. 50,140 ആണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ PUC. ഞാൻ ആ PUC ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ PUC മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ബെയറിഷ്. ഞാൻ പറഞ്ഞു 49,950 താഴെ മാത്രമേ നിങ്ങൾ എൻ്റെ സെല്ലിനെ കുറിച്ച് എടുത്താൽ മതി. ഇത്രയാണ്. ഇനി ഫ്രഷ് സെൽ എന്ന് പറയുമ്പോൾ 49,950 താഴെ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് പഴയൊരു സപ്പോർട്ട് ലെവലാണ്. ക്ലിയർ ആയല്ലോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് മുകളിലോട്ട് പോകാൻ ഓർത്തോളാം. 50,400 മുകളിൽ 50,380 50,400 50,400 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 50,400 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. എന്താണ് അതൊരു എന്തുവാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആ ഏരിയ അത് ഇപ്പോഴും മനസ്സിൽ കിടത്തേക്ക് അതൊരു റെസിസ്റ്റൻസ് നമ്മളെ മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 50,400 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അതിനെ സമയം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ അതാണ് 50,400 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം, മാർക്കറ്റ് കയറുവാനും അതൊരു ഫുൾഫില്ലിങ് രീതിയിലേക്ക് മുമ്പോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. 50,400 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 50,565 ഇന്നത്തെ VWAP ടെസ്റ്റ് ചെയ്യാം. എത്രയാണ് ഇന്നത്തെ VWAP ആയ 50,565 നമ്മളെ സംബന്ധിച്ചുള്ള R1 എന്നെ സംബന്ധിച്ചുള്ള R1 അതാണ് 50,565 ടെസ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയാൻ ഈ സിംഗിൾ പ്രിന്റ് 50,715 50,715 R2 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്കത് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. 50,715 ടെസ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ അടുത്ത എവിടം വരെ പോവാം,
അതിന് മുകളിൽ അടുത്ത സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ 51,000, അതായത് 51,000 ഭാഗത്തേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ സെല്ലർ വന്ന ബിഗ്ഗസ്റ്റ് സെല്ലർ വന്ന ഏരിയ 51,000 ഭാഗമാണ്. സോ അതാണ് എന്നെ സംബന്ധിച്ചുള്ള R3. സോ ആ ഭാഗത്തിന് മുകളിൽ പോയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ട്രേഡബിൾ വലിയൊരു ബിഗ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി 49,900 പൊട്ടുകയാണെങ്കിൽ എവിടെ വരെ പോകാൻ നോക്കാം. 49,950 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് 49,723. എത്രയാണ്? 49,000. S1 എന്ന് പറയുമ്പോൾ 49,723. അത് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. അതിന് താഴെ അടുത്ത S2 എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് S2 എന്ന് പറയുമ്പോൾ 49,533. 49,533 ഇതാണ് നമ്മളെ S2. ഇതിന് താഴെ അടുത്തത് S3 എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ ഒരു POC ആയ 49,296, അതായത് 49 ഈ S3 എന്ന് പറയുമ്പോൾ 49,300 എന്ന് പറഞ്ഞ മാർഗം. സോ ഇതാണ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. നിങ്ങൾ ഒരു വ്യക്തമായ കാര്യം ഓർത്തോളുക. 50,400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇന്നത്തെ പ്രൊഫൈലിൻ്റെ ഇത്രയും ഏരിയസ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ വ്യക്തമായ ആ ലെവൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിക്കുള്ള ട്രേഡബിൾ ആക്ഷൻസ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് നമ്മുടെ റൂമിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ട്രേഡ് കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് പ്രോഫിറ്റബിലിറ്റി നമ്മുടെ കാലത്ത് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നിഫ്റ്റിയിലേക്കാണ് പോയത്. നമുക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽ ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ഡേ ആയതുപോലെ നിഫ്റ്റിയും ട്രെൻഡ് ഡേ ആണ് അല്ലേ. ഡൗൺ മൂവ്മെൻറ്റ് നിഫ്റ്റിയും സെയിം അതേപോലെ ഡൗൺവേർഡ് മൂവുള്ള ദിവസമായിരുന്നു നിഫ്റ്റി സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ കുറേ ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് ആശാൻ കാണിച്ചിട്ടുള്ളത്. ഒരു വലിയ മാറ്റമൊന്നുമില്ല. സി സൈഡിൽ സിംഗിൾ പ്രിൻ്റ് വന്ന് താഴേക്ക് ഇറങ്ങി പോയതിനു ശേഷം നിഫ്റ്റിയുടെ POC താഴേക്ക് മെർജ് ചെയ്തു. നമ്മുടെ ഈ POC 23,752 ഭാഗത്ത് നിഫ്റ്റിയുടെ POC മെർജ് ചെയ്തു. സോ 23,745 ആണ് നമ്മൾ നിഫ്റ്റിയുടെ POC. അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. 23,740 ആണ് 745 ആണ് നിഫ്റ്റിയുടെ POC. അത് കൃത്യം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ആ POC ആണ് നമ്മൾ ഇന്ന് തോന്നുന്നത്. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് ഷഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് 23,662, 23,662, 23,660 താഴെ മാത്രമേ ഞാനൊരു നിഫ്റ്റിയിൽ ഒരു സെല്ലിനെ കുറിച്ച് ഇനി ചിന്തിക്കുകയുള്ളൂ. എവിടെയാണ് ഇനി മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി 23,660 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇനി അല്ലെങ്കിൽ 23,866 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാനൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ചിന്തിക്കും. ബുള്ളിഷ് മൂവ്മെൻറ്റ് എവിടെ വരുന്നത്? ബുള്ളിഷ് റഫറൻസ് എന്നെ സംബന്ധിച്ചുള്ള 23,866 ഇന്നത്തെ VWAP. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ബൈയെക്കുറിച്ചും ചിന്തിക്കും. ക്ലിയർ ആയാലും അപ്പം സെല്ലെവിടെ ബൈ എവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. സോ 866 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആദ്യം പോകുന്നത് എവിടെയാണ്? ഈ 950 ഭാഗത്തേക്ക് പോവുക. അതാണ് നമ്മളെ സിംഗിൾ പ്രിൻ്റ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23,950 R1 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാം. അതിനുശേഷം എവിടെ നിൽക്കാം? R1 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത 24,021 ഭാഗത്തേക്ക്, അത് R2 24,020. R2 എന്ന് പറയുമ്പോൾ 24,021 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് R3 എന്ന് പറയുമ്പോൾ 24,111 ഭാഗത്തേക്ക് പോവാം. എത്രയാണ്? 24,111 ഭാഗത്തേക്ക് പോവാം. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള R3. ഇപ്പം നിങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. 23,660 പൊട്ടി നമ്മൾ ബെയറിഷ് റഫറൻസ് പൊട്ടുകയാണെങ്കിൽ അടുത്ത ആദ്യം പോകുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,575. എത്രയാണ്? S1 എന്ന് പറയുമ്പോൾ 23,570. പഴയൊരു POC ആണേ. പഴയൊരു POC ആണ്. നമ്മൾ പറയാറില്ലേ പഴയകാല നടനെന്നുള്ള പഴയൊരു POC ആണ്. അത് സപ്പോർട്ടീവ് എടുക്കും. അത് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത വരുന്നത് 23,484 ഭാഗത്തേക്കും പോവാം. ഈ 23,484 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ഇതാണ് എന്നെ സംബന്ധിച്ച് S2. അതിന് താഴേക്ക് ഒരു മൊമെൻറ്റം വരണമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. വരുമോ ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് അടുത്ത ആഴ്ച 489, 360, അതായത് പിന്നെ 369 ഭാഗത്തേക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആയിരിക്കും 23,660 പൊട്ടുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ വരുന്നത് 23,369. ക്ലിയർ ആയല്ലോ.
മാർക്കറ്റ് ഇങ്ങനൊരു ലാർജ് ഗ്യാപ്പിലേക്കായിരിക്കും മാർക്കറ്റ് ഓപ്പണായി വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ടൊരു മാർക്കറ്റിൽ അത് ഓർത്ത് വയ്ക്കുക. ഇപ്പം 23,660 പൊട്ടുകയാണെങ്കിൽ ലാർജ് ഗ്യാപ്പായ രീതിയിൽ, അത് നമ്മൾ നോക്കും 660 575 ഏകദേശം പറഞ്ഞാൽ 90 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. അവിടെ നിന്ന് 454 വീണ്ടും 90 പോയിന്റ് ഡിഫറൻസ്, അവിടെ നിന്ന് വീണ്ടും 367 69, അപ്പം 120 പോയിന്റ് അവിടെ നിന്ന് ഡിഫറൻസ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതിനിടയ്ക്ക് വരികയാണെങ്കിൽ പ്രോഫിറ്റ് എടുക്കുക, വീണ്ടും ആ ലെവൽ നോക്കി വാച്ച് ചെയ്യുക. ആ രീതിക്കുള്ള ട്രേഡ് ആയിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്നത്. സോ ഈ ട്രേഡിങ്ങിന് നമുക്ക് നമ്മുടെ പല ആൾക്കാർക്കും പലപ്പോഴും ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഈ ട്രേഡിങ് എങ്ങനെ നിർത്തി പോവാലോ, വേണ്ട ഇത് എന്തിനീ നശിച്ച ഇതിലേക്ക് വന്നൊക്കെ പല തിങ്കിങ് ഉണ്ടാവും. ഞാൻ എപ്പോഴും അതേപോലെ തിങ്കിങ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഓവർകം ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഗൂഗിൾ ഫോംസ് ഫില്ല് ഔട്ട് ചെയ്യുക. നമുക്ക് ഇരിക്കാം, ഇത് 1-to-1 സെഷൻ പോലെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. സോ എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞ് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഇത് അയച്ചു കൊടുക്കുക. നല്ലൊരു ബെയർ മാർക്കറ്റ്, ഈ ഒരു ആ ഒരു വൈറസിൻ്റെ പ്രകാരമുള്ള ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നിഫ്റ്റി താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,575 എന്ന് പറഞ്ഞാൽ ലക്ഷ്മണ രേഖയാണ്. ആ 575 പൊട്ടി അവൻ ക്ലോസ് ചെയ്യുമെങ്കിൽ നിഫ്റ്റി 22,800 23,200 അതിന് താഴെ 22,800 പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 49,950 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. അത് പൊട്ടുകയാണെങ്കിൽ നമുക്ക് 49,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്.